ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണെങ്കിൽ ഈ എക്സിന് എന്തൊക്കെ വാല്യൂസ് കൊടുത്താൽ, എന്തൊക്കെ റിയൽ നമ്പേഴ്സ് കൊടുത്താൽ എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ചോദ്യം. ഡൊമെയിൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സിന് എന്തൊക്കെ വാല്യൂ ഇട്ട് കൊടുത്താൽ എഫ് ഓഫ് എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കറിയാം സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് നെഗറ്റീവ് നമ്പേഴ്സിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. കാരണം നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലക്സ് നമ്പേഴ്സാണ്. റൂട്ട് -1 എന്ന് പറഞ്ഞാൽ i ആണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഇവിടെ റൂട്ട് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമാണ്. എക്സ് നെഗറ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഡൊമെയിൻ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ള വാല്യൂസ് ആണ്? എക്സ് ബിലോങ്സ് ടു R സച്ച് ദാറ്റ് എക്സ് എങ്ങനെയായിരിക്കണം? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതാണ് നമ്മുടെ റിയൽ ലൈൻ. റിയൽ ലൈനിൽ ഞാനിവിടെ 0 മാർക്ക് ചെയ്താൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് 0യോ അതിനേക്കാളും കൂടുതലോ. അപ്പോൾ ഈ ഭാഗമാണ് വരിക. ഈ ഭാഗം വരിക എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ക്ലോസ്ഡ് 0 ഓപ്പൺ ഇൻഫിനിറ്റി. അതാണ് ഇവിടെ ഡൊമെയിൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജി ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 1 - x. ജി ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 1 - x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ജി ഓഫ് എക്സിൽ എക്സിന് എന്തൊക്കെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ജി ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പം നമുക്കറിയാം ജി ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 1 - x. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ് റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് എവിടെ കണ്ടാലും റൂട്ടിൻ്റെ അകത്ത് ഡൊമെയിൻ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നെഗറ്റീവ് ആകില്ല, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ വരിക? റൂട്ട് 1 - x. അപ്പം റൂട്ടിൻ്റെ അകത്തുള്ളത് 1 - x ആണ്. ആ 1 - x എന്താവണം? 1 - x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് അത് നെഗറ്റീവ് ആകാൻ പാടില്ല. 1 - x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് എങ്ങനെയായിരിക്കും? നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ -x ആണ്. ഈ -xനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ അത് +x ആകും. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x എന്ന് കിട്ടും. ഇതിനെ നമുക്ക് തിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും? എക്സ് ആദ്യം എഴുതുക. എക്സ് ആദ്യം എഴുതിയാൽ എക്സിൻ്റെ ഭാഗത്ത് ലെസ് ദാൻ എന്നുള്ള സൈനാണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൊമെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയൽ ലൈനിൽ നമ്മൾ 1 മാർക്ക് ചെയ്യാം. 1നേക്കാളും എക്സ് എങ്ങനെയാണ്? എക്സ് 1നേക്കാളും ചെറുതായിരിക്കണം. 1ഓ 1നേക്കാളും ചെറുതോ ആയിരിക്കണം. 1ഓ 1നേക്കാളും ചെറുതോ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗം അല്ലേ വരിക? 1 മുതൽ ഇതുവരെ. അതായത് ഇവിടെ എന്താണ്? -∞, ഇവിടെ ഇൻഫിനിറ്റിയാണ്. അപ്പം -∞ മുതൽ 1 വരെ ക്ലോസ്ഡ്. അതാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3g ഓഫ് എക്സ്. 3g ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനെ ഒരു സ്കാലാറായ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സാധാരണ പോലെ മൾട്ടിപ്ലിക്കേഷൻ തന്നെ. അപ്പം ജി ഓഫ് എക്സ് റൂട്ട് 1 - x ആണെങ്കിൽ 3g ഓഫ് എക്സ് എന്താവും? 3 റൂട്ട് 1 - x ആവും. അപ്പോൾ 3 റൂട്ട് 1 - x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമെയിൻ കാണണം. ഇവിടെ ഡൊമെയിൻ കാണുമ്പോൾ നമ്മൾ നേരത്തെ പോലെ ചിന്തിച്ച് നോക്കുക. എങ്ങനെ വേണം? ഡൊമെയിനിലെ വാല്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3g ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന് എന്ത് വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. ഇവിടെ ഇപ്പം റൂട്ടാണ് വരുന്നത്. റൂട്ട് വന്നാൽ നമുക്കറിയാം റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വരാൻ പാടില്ല. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? റൂട്ടിൻ്റെ അകത്തുള്ളത് 1 - x ആണ്. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എടുക്കും. ഇതിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അതായത് ഇതിൻ്റെ ഡൊമെയിൻ എന്തായിരിക്കും? -∞, 1 ആയിരിക്കും. അടുത്തതെന്ന് വെച്ചാൽ f + g ഓഫ് എക്സ്.
രണ്ട് ഫങ്ഷൻസിൻ്റെ സമ്മ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് കാണുക, ജി ഓഫ് എക്സ് കാണുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. അതായിരിക്കും എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഫങ്ഷൻ. അപ്പോൾ എഫ് പ്ലസ് ജിക്ക് എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഫങ്ഷൻ എന്താ ചെയ്യുന്നത്? എക്സിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ ഡൊമെയിനും റേഞ്ചും കാണണം. അപ്പോൾ ഡൊമെയിനും റേഞ്ചും കാണാൻ ഇവിടെ നമ്മൾ നോക്കി നോക്കുക എന്താണ് എഫ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് റൂട്ട് എക്സ്, ജി ഓഫ് എക്സ് റൂട്ട് 1 - എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 1 - എക്സ്. ഇനി എഫ് പ്ലസ് ജിൻ്റെ ഡൊമെയിൻ കാണണം. എഫ് പ്ലസ് ജിൻ്റെ ഡൊമെയിൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റൂട്ടിൻ്റെ അകത്ത് ഇവിടെ രണ്ട് റൂട്ടിൻ്റെ സമ്മാണ്. അപ്പോൾ രണ്ട് റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വരാൻ പാടില്ല. അപ്പോൾ ആദ്യത്തേൽ നെഗറ്റീവ് നമ്പേഴ്സ് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാവും. രണ്ടാമത്തേൽ നെഗറ്റീവ് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 1 - എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ രണ്ടതും കൂടി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും രണ്ടാമത് ചെയ്ത ഇതാണ് കിട്ടുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് രണ്ടും സംഭവിക്കണം എന്ന് പറയുമ്പം ആൻഡ് ആണ്. ആൻഡ് ആകുമ്പോൾ ഇത് എങ്ങനെ വരും എന്ന് വെച്ചിട്ട് രണ്ടും സംഭവിക്കുന്നത് എപ്പം എന്നറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ റിയൽ ലൈൻ മാർക്ക് ചെയ്യുക. റിയൽ ലൈൻ മാർക്ക് ചെയ്തിട്ട് ഈ രണ്ട് വാല്യൂസും മാർക്ക് ചെയ്യുക, അതായത് 0യും 1ഉം. ഇത് മാർക്ക് ചെയ്തിട്ട് നോക്കുക എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. എക്സ് 0യോ അതിനേക്കാളും വലുതോ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ആരോ മാർക്ക് ചെയ്യുക. രണ്ടാമത്തത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ഓ അതിനേക്കാളും ചെറുതോ ഇങ്ങോട്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ തട്ടം വരെ ഉണ്ട്, ഇതിങ്ങനെ ഈ തട്ടം വരെ ഉണ്ട്. രണ്ടും സംഭവിക്കണം എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് സംഭവിക്കുന്നത്? അത് ഇത്രയും ഏരിയയിലാണ് രണ്ടും സംഭവിക്കുന്നത്. അതായത് ഇത് സംഭവിക്കുന്നത് ക്ലോസ്ഡ് 0, 1ലാണ്. അതാണ് ഇവിടെ ഡൊമെയിൻ ക്ലോസ്ഡ് 0, 1 എന്ന് കിട്ടിയത്. ഇത് കാണാൻ മറ്റൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫിൻ്റെ ഡൊമെയിനും ജിൻ്റെ ഡൊമെയിനും എടുത്തിട്ട് ഇൻ്റർസെക്ഷൻ കണ്ടാലും മതി. അതിൻ്റെ ഇൻ്റർസെക്ഷനും ഇത് ക്ലോസ് 0, 1 തന്നെയായിരിക്കും. അപ്പോൾ എഫ് പ്ലസ് ജിൻ്റെയോ എഫ് മൈനസ് ജിൻ്റെയോ ജി മൈനസ് എഫിൻ്റെയോ എഫ് ജിൻ്റെയോ എഫ് ബൈ ജിൻ്റെയോ ഒക്കെ ഡൊമെയിൻ കാണുന്നുണ്ടെങ്കിൽ ഡൊമെയിൻ ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ ഡൊമെയിൻ ഓഫ് ജി ആയിരിക്കും. രണ്ടും ഒരുമിച്ച് സംഭവിക്കുന്ന സമയത്തായിരിക്കും അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് മീനിങ്. അടുത്ത എഫ് മൈനസ് ജി. എഫ് മൈനസ് ജി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് മൈനസ് റൂട്ട് 1 - എക്സ്. ഇതിൻ്റെ ഡൊമെയിൻ നേരത്തെ കണ്ട പോലെ തന്നെയല്ലേ വരിക? എന്താണ്? റൂട്ടിൻ്റെ അകത്ത് രണ്ടും നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ ആസ് യൂഷ്വൽ ഇത് തന്നെ വരും. അതിൽ നമുക്ക് കിട്ടും ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ആണ് ഡൊമെയിൻ. ഇനി ജി മൈനസ് എഫ്. ജി മൈനസ് എഫ് ഡിഫൈൻ ചെയ്തത് ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ജി ഓഫ് എക്സ് പറഞ്ഞാൽ റൂട്ട് 1 - എക്സ്, എഫ് എക്സ് പറഞ്ഞാൽ റൂട്ട് എക്സ്. അതിൻ്റെ ഡിഫറൻസ് ഇവിടെയും എങ്ങനെ തന്നെയാണ് വരുന്നത്? റൂട്ടിൻ്റെ അകത്തുള്ള സാധനം നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടും കൂടി സംഭവിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ആണെന്ന് കിട്ടും. അടുത്തത് എഫ് ഇൻറ്റു ജി. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് എഫ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ റൂട്ട് എക്സ്, ജി ഓഫ് എക്സ് പറഞ്ഞാൽ റൂട്ട് 1 - എക്സ്. അപ്പോൾ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് 1 - എക്സ് എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു 1 - എക്സ് എന്ന് കിട്ടും. ഇവിടെ നമുക്ക് റൂട്ടിൻ്റെ അകത്തുള്ള ഡൊമെയിൻ കാണുമ്പോൾ എഫ് ജിൻ്റെ ഡൊമെയിൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ടിൻ്റെ അകത്തുള്ള സാധനം നെഗറ്റീവ് ആകാൻ പാടില്ല. അതായത് എക്സ് ഇൻറ്റു 1 - എക്സ് നെഗറ്റീവ് ആകാൻ പാടില്ല. അതായത് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നോക്കിയാൽ ഇത് രണ്ട് കാര്യത്തിൻ്റെ പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രണ്ടും എങ്ങനെയായിരിക്കണം? രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 1 - എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അല്ലെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവണം. രണ്ടും നെഗറ്റീവ് ആകുമ്പോഴും
ഗ്രേറ്റർ ദാൻ ഓർ രണ്ടും നെഗറ്റീവ് ആവുന്ന സമയത്തും നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, 1 - എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ആദ്യത്തത് അല്ലെങ്കിൽ രണ്ടാമത്തത് എന്നാണ്. അപ്പോൾ ആദ്യത്തത് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 1 - എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 1 - എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം നമുക്ക് എന്ത് പറയാം, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. രണ്ടാമത്തെ എന്താ, രണ്ടാമത്തത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, 1 - എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. രണ്ടും കൂടി ഒരുമിച്ച് നടക്കുന്നില്ല. ഒരുമിച്ച് നടക്കുന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു ചോയ്സും വരുന്നില്ല നമുക്ക്. അപ്പോൾ ഇത് മാത്രമേ ഇവിടുന്ന് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ആണ്. ഓക്കെ.